അസ്സലാമു അലൈക്കും. അലി ദേഷ്യം കൊണ്ട് നിന്ന് വിറച്ചു. ഒറ്റ കുതിപ്പിന് സുഹറയുടെ തൊണ്ടയിൽ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് വെച്ചു. അയാളുടെ കൈ അവളുടെ തൊണ്ടയിൽ പിടിമുറുകും തോറും അവൾക്ക് ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. പ്രതികരിക്കാൻ കഴിയാതെ കൈകാലുകൾ ആരോ കെട്ടിയിട്ട പോലെ തളർന്നു പോകുന്നു. കണ്ണുകൾ മേൽപോട്ടായി. സുഹറയുടെ ജീവൻ ഇപ്പോൾ നിൽക്കുമെന്ന് തോന്നി. എടി മോളെ, ഞാൻ പറയുന്നത് കേട്ട് നിന്നോ, അല്ലെങ്കിൽ കൊന്നു തള്ളാനും ഈ അലി മടിക്കൂലട്ടോ. എൻ്റെ ഇഷ്ടത്തിന് നിൽക്കാത്തവരുടെ ജീവിതമൊക്കെ നാശാക്കി കയ്യിൽ കൊടുത്താണ് ഈ അലിക്ക് ശീലം. അറിയാൻ എനിക്ക് അതിനി ആരായാലും. അയാളുടെ ദേഷ്യം മുഴുവനും കൈകളിലേക്ക് ആവാഹിച്ചു കൊണ്ട് പിടിമുറുകുമ്പോൾ സുഹറയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. രക്ഷപ്പെടാനോ ഒച്ച വെക്കാനോ സാധിക്കുന്നില്ല. ഉമ്മി, പെട്ടെന്ന് കേട്ട കുഞ്ഞിയുടെ കരച്ചിലിൽ അയാളുടെ ശ്രദ്ധ ഒന്ന് പാളിയപ്പോൾ സുഹറ കാലുകൾ ഉയർത്തി അയാളുടെ കാലുകൾക്കിടയിലേക്ക് ഒരു ചവിട്ട് കൊടുത്തു. ആ വേദനയിൽ അയാളുടെ കൈകൾ സ്വയം സുഹറയിൽ നിന്ന് വേർപെട്ടു. ഡി! അയാൾ വീണ്ടും തൻ്റെ നേർക്ക് വരികയാണെന്ന് കണ്ടതും സുഹറ തിരിഞ്ഞു നോക്കാതെ ഓടി. മുന്നിൽ കണ്ട മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചുകൊണ്ട് കിതപ്പടക്കി. കുറച്ചു സമയം അവൾ വാതിൽ ചാരി തളർന്നിരുന്നു. കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർത്തതും അന്ന് ആദ്യമായി ഒരു പെണ്ണായി പോയതിൽ അവൾ സ്വയം ശപിച്ചു. എവിടെ പോയാലും തന്നെ വേട്ടയാടുന്ന വിധി ഓർത്തുകൊണ്ട് സ്വയം പഴിച്ചു. കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് കൊണ്ടവൾ പൊട്ടിക്കരിഞ്ഞു. ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ മുമ്പിൽ ഒരു രൂപം വന്ന് നിൽക്കുന്നതറിഞ്ഞതും അവൾ ഭയത്തോടെ മുഖം ഉയർത്തി ചാടി എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്ന ആളെ ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കാണാനാവുന്നില്ല. ഞാൻ ഏത് മുറിയിലാണ് പെട്ടെന്ന് കയറി വാതിൽ അടച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചതും അവളിലൊരു ഉൾക്കിടലുമുണ്ടായി. തന്നോട് ആരാണ് എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റൂമിൽ കയറി പോരുതെന്ന്. ഇറങ്ങിപ്പോ. പെട്ടെന്ന് കേട്ട ഉറച്ച ശബ്ദത്തിൽ സുഹറ ഒന്ന് ഭയന്നുപോയി. പുറത്തേക്ക് ഇറങ്ങുവാൻ അതിലേറെ ഭയമാണ്. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോടോ. ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. ദേഷ്യത്തോടെ ഇമ്രാൻ അലറിയതും റൂമിൽ ലൈറ്റ് വീണതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ട് കരഞ്ഞിരുന്ന കുഞ്ഞാണ് ലൈറ്റിട്ടത്. തൻ്റെ മുന്നിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ. ലൈറ്റ് വീണതും സുഹറ കണ്ണുകൾ ചുളിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി. തൻ്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ആളുടെ മുഖം വ്യക്തമായി കണ്ടതും സുഹറയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഹൃദയതാളം തെറ്റി. ആരെയാണ് ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിച്ചത്? അയാൾ എൻ്റെ മുമ്പിൽ. അപ്പോൾ ഇമ്രാൻ. അതെ, എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ രക്ഷിക്കാൻ വരുന്ന മുഖം. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ എന്നെ രക്ഷിച്ചെടുത്ത മനുഷ്യൻ. വിശന്ന് തളർന്നിരുന്നപ്പോൾ വിശപ്പകറ്റിയവൻ. ആരെന്തോ എന്തെന്നോ അറിയാതെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ രക്ഷപ്പെടുത്തിയവൻ. മരുഭൂമിയിലായ ഇരുട്ടറയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തവൻ. അവസാനമായെന്ന് നന്ദി പറയണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടും കാണാതെ പോയപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ കാണണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ ഇനി ഒരിക്കലും കാണില്ല എന്നായപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. അന്ന് തൊട്ട് ഇന്നോളം സന്തോഷത്തോടെ ഇരിക്കാൻ. നിങ്ങളെ പേര് പറഞ്ഞില്ല. എന്നെങ്കിലും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായും എൻ്റെ പേര് അറിഞ്ഞതിന് ശേഷമേ എൻ്റെ മുമ്പിൽ താൻ നിൽക്കൂ. വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതെല്ലാം സുഹറയുടെ കണ്ണിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു വന്നു. കൂടെ ആ കുഞ്ഞി കണ്ണുകളും. സങ്കടം കൊണ്ടാണോ അതോ ഇമ്രാനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണോ സുഹറയുടെ കണ്ണുകയും നിറഞ്ഞൊഴുകി. എന്നെ ഓർമ്മയുണ്ടോ? അത് ചോദിച്ചുകൊണ്ട് സുഹറ ഇമ്രാൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പതർച്ചയൊന്നും തോന്നിയില്ല സുഹറക്ക്. ആ നേരം നഷ്ടപ്പെട്ടതെന്തോ തിരികെ ലഭിച്ച പോലെ തോന്നി അവൾക്ക്. അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ നോക്കി അവൾ നിന്നു. ഒന്നും വേണ്ട എന്നറിയാം എന്ന് പറഞ്ഞാൽ അന്ന് പറയാതെ വെച്ച എൻ്റെ നന്ദി അറിയിക്കണം, എൻ്റെ കടപ്പാട് അറിയിക്കണം, അത്രമാത്രം. എനിക്കറിയില്ല. ഇമ്രാൻ്റെ എടുത്തടിച്ച മറുപടി സുഹറയെ തളർത്തിക്കളഞ്ഞു. അവൾ ഒരു നിമിഷം കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ മുഖത്തേക്ക് പോലും നോക്കാതെ വേറെ എവിടെയോ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾക്ക് നിരാശ തോന്നി. പുറത്തു പോ, മതി. അവൻ്റെ അലർച്ചയിൽ അവളൊന്ന് ഭയന്നു. സുഹറ ഒന്നും തിരിഞ്ഞു നോക്കാതെ നടന്നു. അപ്പോഴാണ് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. അത് പിന്നെ ഒരു കാര്യം പറയാനായിരുന്നു ഇങ്ങോട്ട് വന്നത്. അവൾ പതർച്ചയോടെ പറഞ്ഞു നിർത്തിയതും ഇമ്രാൻ്റെ കൂർത്തൊരു നോട്ടമാണ് അവൾക്ക് കിട്ടിയത്. എന്തുണ്ടെങ്കിലും ഈ റൂമിന് വെളിയിൽ. ഇറങ്ങേ പുറത്തേക്ക് വേഗം. അവൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും ഒരു നിമിഷം പോലും പാഴാക്കാതെ സുഹറ പുറത്തേക്കിറങ്ങി. സുഹറ വാതിൽപ്പടി കടന്നു എന്ന് കണ്ടതും ഇമ്രാൻ വാതിൽ അവൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു. സുഹറ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവളെ പോലെ ആ പടിക്കെട്ടുകൾ നടന്നു നീങ്ങി. അവൾ പോകുന്നത് കണ്ടതും അലി വീണ്ടും കുതന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി.
വാതിൽ അടച്ചുകൊണ്ട് ഇമ്രാൻ ആലോചിക്കുകയായിരുന്നു. അന്നൊരിക്കൽ CCTV ദൃശ്യങ്ങളിലൂടെ തൻ്റെ മുറിയിൽ കണ്ട മുഖം. ഒരമ്പരപ്പോടെയാണ് അന്ന് ആ മുഖം അവൻ കണ്ടത്. ഇനി ഒരിക്കലും കാണില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണാൻ ഇടവരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് അവൾ നാട്ടിലേക്കുള്ള വിമാനം കയറുന്നത് വരെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും സന്തോഷമുള്ളൊരു ജീവിതം അവൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി അന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ മുഖം താൻ ഓർത്തിരുന്നോ? ഇല്ല എന്ന് തന്നെയോ മറുപടി. അതിലൂടെ ഓർക്കാൻ എനിക്ക് എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന ദിവസം എനിക്ക് മുന്നിൽ തളർന്നു വീണ അവളെ കണ്ടപ്പോൾ ശരിക്കും എന്തിനായിരുന്നു ദേഷ്യം വന്നത്? കുഞ്ഞ് അപകടത്തിൽപ്പെട്ടത് കൊണ്ട് മാത്രമാണോ? അല്ല, ഇനിയും അവൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും കിട്ടിയില്ല എന്നതായിരുന്നു അതിന് കാരണം. ഇപ്പോഴും നിൽക്കാതെ ഒഴുകാൻ അവളിൽ കണ്ണുനീറുണ്ടല്ലോ എന്ന് മാത്രം. ഇവിടെ വന്ന ഉമ്മയിൽ നിന്ന് അവളുടെ കഥ താല്പര്യമില്ലാതെ കേട്ടിരുന്നതെങ്കിലും കേൾക്കാതെ ഇരിക്കാൻ തോന്നിയില്ല. ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്കാണ് അവളെ അന്ന് ഞാൻ പറഞ്ഞു വിട്ടതെന്ന് അറിഞ്ഞില്ല. ഒരു സഹതാപവും ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. എൻ്റെ ഇഷ്ടങ്ങൾ ജീവിക്കാനാണ് താല്പര്യം. ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ സുഹ്റ, അവളെ കേൾക്കാതിരിക്കാനാവുന്നില്ല. ഇവിടെയും അവൾ സുരക്ഷിതയില്ല. CCTVയിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് അയാൾ അവളെ ഉപദ്രവിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ചെന്ന് രണ്ടു കൊടുക്കാൻ റൂമിൽ നിന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുഞ്ഞ് ഉണർന്നത്. അവളുടെ അടുത്തേക്ക് നടന്നപ്പോൾ ആരോ റൂമിലേക്ക് ഓടിക്കയറുന്നത് അറിഞ്ഞത്. സുഹ്റ ആണെന്നറിഞ്ഞതും കുറച്ച് സമയം അറിയാതെ പോലെ ഇരുന്നു. വീണ്ടും ക്യാമറയിൽ അയാളെ കാണാതെയായതിനു ശേഷം മാത്രമാണ് അവളെ ഈ റൂമിൽ നിന്നും പറഞ്ഞു വിട്ടത്. അവളെ ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിൽ ഒന്ന് പതറിപ്പോയെങ്കിലും ഇല്ല എന്ന് മറുപടി പറയാൻ ഒട്ടും താമസമുണ്ടായില്ല. ആരുടെയും നന്ദിയും കടപ്പാടും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാത്രം. അടുക്കളയിൽ മുഖം കുനിച്ചിരിക്കുന്ന സുഹ്റയെ കണ്ടതും ഡെയ്സി ചേച്ചിക്ക് വല്ലാതെ സങ്കടം തോന്നി. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണല്ലോ അവൾ പോയത്. പോയ കാര്യം നടന്നതുമില്ല. ആ അലിയുടെ കയ്യിൽ നിന്നും ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടിയും വന്നു. മോളെ സുഹ്റ, ഈ വിഷമിക്കില്ലടി. അയാളെ കാര്യം അറിയാലോ. എൻ്റെ കയ്യിൽ അത്രയും പണമൊന്നും എടുക്കല്ല. അല്ലെങ്കിൽ ഞാൻ തന്നേനെ. വീടിൻ്റെ ആധാരമാണെങ്കിൽ ബാങ്കിലും അല്ലെങ്കിലും അതെങ്കിലും എടുത്തിട്ട് തരാമായിരുന്നു. ഈ വിഷമിക്കല്ലേ. ഞാൻ ഉമ്മയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. കണ്ണിൽ ചോരയില്ലാത്തവരൊന്നുമല്ല. അവർ പറഞ്ഞാലേ ആ ചെക്കൻ കേൾക്കുകയും ചെയ്യും. വേണ്ട ചേച്ചി, ഇത്രയും പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചല്ലോ, അത് മതി. ആരോടും എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു വഴി മുകളിലുള്ളവൻ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എവിടെയും കുടുക്കിയിട്ടില്ല. രക്ഷപ്പെട്ടു പോകാനൊരു മാർഗം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. ചേച്ചി, ഞാൻ ഒന്ന് കിടന്നോട്ടെ. എനിക്ക് വയ്യ എന്ന് പറഞ്ഞേക്കോ. ഒരു ലീവ്. എവിടെയും ശ്രദ്ധിക്കാൻ വയ്യ ഒന്നിനും. ഡെയ്സിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സുഹ്റ റൂമിലേക്ക് പോയി. അവളുടെ മനസ്സിൽ പലവിധ ഭാരം നിറഞ്ഞു നിന്നു. ഒന്നിലും മനസ്സ് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. അറിയില്ല. ഇമ്രാൻ്റെ വാക്കുകൾ അവളെ വല്ലാതെ നോവിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു. ഡെയ്സി ചേച്ചി ചെന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മ സുഹ്റയുടെ കാര്യം അലിക്കും ഉപ്പക്കും മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. പാവാണ്, എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാനാവില്ലല്ലോ. എന്താ ചെയ്യുക? ഉമ്മ ചോദിച്ചതുകൊണ്ട് ഉപ്പയുടെ മുഖത്തേക്കാണ് നോക്കിയത്. എത്ര പാവായാലും വേലക്കാരികളാണ്. 10-500 കൊടുത്ത് ഒഴിവാക്കണം. അല്ലെങ്കിലേ അത്രയും പൈസക്കുള്ള ജോലി എടുക്കണം. ഇവിടെ എന്താ പണി? ആ കുഞ്ഞിൻ്റെ പിന്നാലെ 4 ഓട്ടം ഓടുന്നു. അല്ലാതെന്താ? ഞാനൊരു മാർഗം പറയാം. അസ്ലമിനോട് പറഞ്ഞ് ഓളെ വിസ അങ്ങോട്ട് മാറ്റാം. വേറെ എന്തെങ്കിലും ഒരു ജോലിയാക്കാം. എൻ്റെ അടുത്തൊരു കമ്പനിയിലൊരു ജോലിയുണ്ട്. ശമ്പളവും കൂടുതലാവും. അങ്ങോട്ട് പോന്നോട്ടെ. അലിയുടെ മറുപടി കേട്ട് ഉപ്പയും ഉമ്മയും മുഖത്തേക്ക് നോക്കി. ആ കുട്ടി അതിന് ശമ്പളമല്ല അലി കൂട്ടി ചോദിച്ചത്. അതിന് അത്യാവശ്യം കുറച്ച് പണം വേണം. നമ്മളെക്കൊണ്ട് സഹായിക്കാനാവോ എന്നാണ്. ഉമ്മയും അത് ശരിവെച്ചു കൊടുത്തു. തൻ്റെ പ്ലാൻ വീണ്ടും തകരുന്നത് കണ്ട് അയാൾ പല്ല് കടിച്ചു. പൈസ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞേക്കുമ്മ. ഇമ്രാൻ്റെ ശബ്ദം കേട്ട് അവർ പുറകിലേക്ക് നോക്കി. അവർ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വ്യക്തം. അലി അവനെ ദേഷ്യത്തോടെ നോക്കി. എന്നും തനിക്ക് മുന്നിലെ തടസ്സം ഇമ്രാനാണല്ലോ എന്നോർത്ത് അയാൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. നല്ല കാര്യമാണ് മോനെ. അഫിയും അസ്ലമോ ഓലെ കൊണ്ട് പറ്റുന്നത് ചെയ്യട്ടെ. ആരും വേണ്ട, ഞാൻ കൊടുത്തോളാം. തിരിച്ചു തരും വേണ്ട. ഇവിടെ ജോലി എടുത്തേം വേണ്ട. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അത് പാലിക്കണം. അവൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. എന്താ മോനെ, എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്ത് നിബന്ധന? അതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണെങ്കിൽ വേണ്ട മോനെ.
ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയാണ് പെണ്ണ്. മാത്രമല്ല ഈ കണ്ടില്ലേ കുട്ടികൾക്ക് ഓളോടുള്ള സ്നേഹം, അഫിക്ക് ഓളോടുള്ള വിശ്വാസം. ആ കുട്ടികൾ സുഹറയുടെ അടുത്ത് നിർത്തിയിട്ടല്ലേ അവൾ പോയത്. സുഹറയെ നാട്ടിലേക്ക് അയച്ചാൽ പിന്നെ അവളെപ്പോലെ ജോലിക്കാരിയെ കിട്ടൂലടാ. ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് ആര് പറഞ്ഞു ഞാൻ അവളെ നാട്ടിലേക്ക് അയക്കാൻ പോകാമെന്ന്? പക്ഷേ അവൾക്ക് ഈ ജോലി നഷ്ടപ്പെടുന്നത് സത്യം. വേറെ എവിടേക്കാണടാ ഈ അവളെ കൊണ്ടുപോകുന്നത്? അലിയുടെ എവിടേക്കോ കുത്തിയ ചോദ്യം കേട്ടതും ഇമ്രാൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. അയാളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇമ്രാൻ ഉമ്മയുടെ അരികിലേക്കെത്തി. ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണുമ്മ? ഇതെന്തിനാ എപ്പോൾ ചോദിക്കുന്നു മോനെ? എനിക്കറിയില്ലേ, ഈ ഒരു കുടുംബമായി ജീവിക്കാനല്ലാതെ വേറെന്താ എനിക്ക് ആഗ്രഹം? മരിക്കുന്നതിന് മുമ്പ് അത് മാത്രമാണ് ഈ ഉമ്മാൻ്റെ ആഗ്രഹം. എന്താ മോനെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ചിന്ത? എൻ്റെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടോ? ഉമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു. ഇമ്രാൻ ചിരിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി. ഉമ്മ, സുഹറയ്ക്ക് ഞാൻ പണം കൊടുക്കാം. പകരം ഞാൻ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ അവൾക്ക് മുന്നിൽ വെക്കുന്ന നിബന്ധന. അവനിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ടതും ഉമ്മ നെഞ്ചിൽ കൈവച്ച് തളർന്നിരുന്നു. ഉപ്പയും മരിയും കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ട പോലെ ഇരുന്നു. അവരുടെ സംസാരം മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഡെയ്സി ചേച്ചിയിൽ ഇമ്രാൻ്റെ വാക്കുകൾ സന്തോഷത്തോടൊപ്പം അമ്പരപ്പുണ്ടാക്കി. അവർക്ക് ബാക്കി കൂടെ കേൾക്കാൻ നിൽക്കണോ അതോ സുഹറയോട് ചെന്ന് ഈ വിവരം പറയണോ എന്നറിയാതെ കുഴഞ്ഞു. എന്താ ഇമ്രാനെ ഈ പറയുന്നത്? വല്ല ബോധമുണ്ട് എനിക്ക്? വേലയ്ക്ക് നിൽക്കുന്നൊരു പെണ്ണിനെ കെട്ടേ? വേറെ എത്രയോ നല്ല കുടുംബത്തിലെ കുട്ടികൾ നിനക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞെന്നാണ്. എത്രയോ വലിയ സമ്പന്നരായ ആളുകളെ മക്കൾ. അപ്പോഴൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവളെ കണ്ടപ്പോൾ മാത്രം എന്താണ് ഇത്ര ആഗ്രഹം? കാണാൻ വലിയ തെറ്റില്ല എന്നത് വെച്ചാൽ ഓൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് നിന്നെ കല്യാണം കഴിക്കാൻ? അതും അങ്ങോട്ട് പണം കൊടുത്തുകൊണ്ട്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇനി ഒരു നിമിഷം അവളെ ഇവിടെ ഞാൻ നിർത്തില്ല. ഞാൻ അലി, അസ്ലം വരാൻ കാത്തു നിൽക്കണ്ട. ഇപ്പോൾ തന്നെ ഒരു ടിക്കറ്റ് അവൾക്ക് എടുത്തു കൊടുക്കണം. ജോലി ചെയ്ത ശമ്പളം എത്രയെന്ന് വെച്ചാൽ അതും പോയി തുലയട്ടെ നാശം. അവളെ മുഖത്തെ വെളുപ്പ് കൊണ്ട് ഇവിടെയുള്ളവരെ മയക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഓളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതെല്ലാം ശരിയാവും. ആണുങ്ങളെ മയക്കാൻ നടക്കുന്ന തേവിടിച്ച്. ഉമ്മ! ഇമ്രാൻ്റെ ശബ്ദത്തിൽ ആ വീടാകെ പ്രകമ്പനം കൊണ്ടു. അവൻ്റെ താക്കീതോടെയുള്ള വിളിയിൽ എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷേ അലിക്കതൊരു വളായിരുന്നു. ആ, അവളെ സ്വഭാവം ഇപ്പോൾ അല്ലേ മനസ്സിലായത്? എന്നെ കാണുമ്പോഴുണ്ട് ഓൾക്കൊരു ഇളക്കം. ഞാനായതുകൊണ്ട് ഓളെ ഒതുക്കി വിട്ടു. ഇന്നലെ രാവിലെ ഞാൻ കണ്ടതാണ് ഇമ്രാൻ്റെ മുറിയിൽ നിന്നും ഓള് ഇറങ്ങി വരുന്നത്. കുഞ്ഞിനെ എടുക്കാൻ പോയതാണെന്നല്ലേ എല്ലാവരും കരുതിയത്. ആരെയും പ്രവേശിക്കാത്ത ആ മുറിയിൽ നിന്നും അവൾ ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് സംശയിക്കണമായിരുന്നു ഇത്രത്തോളം എത്തിക്കാണെന്ന്. ഞാനും അറിഞ്ഞില്ല. കഷ്ടം. ഒന്നുകൊണ്ട് പഠിച്ചിട്ട് നീ പഠിച്ചിട്ടില്ലേ ഇമ്രാനെ? അലിയുടെ പരിഹാസം നിറഞ്ഞ കല്ല് വെച്ച നുണകൾ കേട്ടതും ഇമ്രാൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടിപ്പിടിച്ചു. ദേഷ്യം കൊണ്ടവൻ്റെ കവിളുകൾ വിറച്ചു. ഒരൊറ്റയടിക്ക് അവിടെയുണ്ടായിരുന്ന ടീപ്പോയി വീണുടഞ്ഞ് ചില്ലുകൾ ചിതറിത്തെറിച്ചു. അലിയുടെ മുഖം വിളറിപ്പോയി. തൻ്റെ മുഖത്തിനിട്ട് കിട്ടിയതുപോലെ അയാൾ ഭയപ്പെട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായും. ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. പിന്നെ അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ വീട്ടിൽ പോകാൻ പറഞ്ഞോണം. അവളുടെ മുന്നിൽ ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് ഉമ്മയുടെ ജോലിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറൊരു ബന്ധം ഇനി വേണ്ടാന്ന് വെക്കും. പിന്നെ ഉപ്പക്കും ഉമ്മക്കും കാണണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് എന്നെ എങ്ങോട്ടും വിളിക്കരുത്. ഞാൻ വരില്ല. എന്നെ എൻ്റെ പാട്ടിന് വിട്ടോളണം. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ വിട്ടു പോകുന്ന അവനെ മനസ്സിലാകാത്തതുപോലെ ഉമ്മ നോക്കി നിന്നു. ഇതിപ്പോൾ അവൻ തങ്ങളെ വലിയൊരു കുടുക്കിലാണല്ലോ കൊണ്ടിട്ടതെന്നും ഓർത്തുപോയി. കാരണം ഞങ്ങൾ വേണ്ട എന്ന് വെച്ചാലും അവൾ വേണ്ടാന്ന് വെച്ചാലും അവൻ ഇവിടം വിട്ടുപോകും. ഇതിപ്പോൾ ഞങ്ങൾ അവളെ നിർബന്ധിച്ചുകൊണ്ട് അവനെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. വലിയൊരു പ്രശ്നത്തിലാണ് അവൻ ഞങ്ങളെ വിട്ടത്. സുഹറയെപ്പോലെ ഒരുവളെ തൻ്റെ മോനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഉമ്മാക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ടും ഇഷ്ടം വന്നില്ല. അവളെ സ്വന്തം മകൻ്റെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ നിലക്കും വിലക്കും എത്രയോ നല്ല ബന്ധം വരും. എന്നിട്ടും എന്താ ഇത്താത്ത തീരുമാനം? അവനെ സുഹറയെ കെട്ടിച്ചു കൊടുക്കാൻ തന്നെയാണോ? അലിയുടെ ചോദ്യം കേട്ടതും അവർ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എനിക്ക് അതൊന്നും ആലോചിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല അലി. നമ്മുടെ വീട്ടിലൊരു വേലക്കാരിയെ എൻ്റെ മോൻ്റെ ബീവിയായി. ഇല്ലടാ, എനിക്ക് കഴിയില്ല. നിനക്ക് കഴിയേണ്ടി വരും.
നീ പോയി അവളോട് പറയേണ്ടി വരും, നിർബന്ധം പിടിക്കേണ്ടി വരും, ചിലപ്പോൾ കാലും പിടിക്കേണ്ടി വരും. മകൻ്റെ നല്ല ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിലേ, മരിക്കുമ്പോൾ അവന് നിൻ്റെ മുന്നിലുണ്ടാവണമെങ്കിലേ എല്ലാം ചെയ്തു കൂട്ടുമ്പോൾ ആലോചിച്ച് നോക്കണമായിരുന്നു. മുന്നിൽ ഇതുപോലൊരു ദിവസം എന്തായാലും വന്നു നിൽക്കുന്നു. കണക്ക് ചോദിക്കുന്ന ദിവസം എന്തായാലും വരും. അന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിലേ നീ തന്നെ അവളോട് പോയി പറയണം, എൻ്റെ മോനെ കല്യാണം കഴിക്കണമെന്ന്. അതാവും നല്ലത്. ഇനിയും ആരുടെയും വാക്ക് കേൾക്കാതെ സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ പഠിക്കേ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അവളുടെ വിവാഹം എനിക്ക് അവനെ എൻ്റെ മുന്നിൽ വേണമെന്നുണ്ട്, പഴയ പോലെ. ഉപ്പ കടുപ്പിച്ചു പറഞ്ഞു പോയതും ഉമ്മയും അലിയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഉപ്പ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ വീണ്ടും ആ പെക്ഷയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഡേസി ചേച്ചി പറഞ്ഞത് കേട്ട് മരവിച്ചിരിക്കുകയാണ് സുഹറ. ഒന്നും തന്നെ പറയാനാവുന്നില്ല. മോളെ സുഹറ, ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലേ നാളെ തന്നെ വീട്ടിലേക്ക് പോവേണ്ടി വരും. പിന്നെയുള്ള കാര്യങ്ങൾ അറിയാലോ. എന്താ ചെയ്യാനേ? അനീതിയുടെ കല്യാണം, വേറെയും പ്രാരാബ്ദങ്ങൾ, ആകെ പെട്ടുപോയല്ലോ. ദൈവമേ, എന്തിനീ കുഞ്ഞിനെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നു? ഇല്ല ചേച്ചി, എനിക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയൂല. എൻ്റെ ആമിമോള്, അവൾക്ക് വേണ്ടി മാത്രമാണ് ഇനി എൻ്റെ ജീവിതം എന്ന് ഉറച്ച് തീരുമാനമെടുത്തതാണ്. എനിക്ക് കഴിയില്ല ഇനിയും ഒരാളുടെ ജീവിതത്തിൽ ഭാര്യ പദവി അലങ്കരിക്കാൻ. പക്ഷേ നമ്മുടെ മുന്നിലിപ്പോൾ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ സുഹറ? ഇല്ല ചേച്ചി, എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അവളുടെ കരച്ചിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതും ഡേസി ചേച്ചി അവളെ ചേർത്ത് പിടിച്ചു. കരയുന്നതിനിടയിൽ ഓരോ ഏങ്ങലടികൾക്കും ഇടയിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവളെ ഡേസി അലിവോടെ നോക്കി. ബാൽക്കണിയിൽ നിന്നും എങ്ങോട്ടോ അലസമായി നോക്കിക്കൊണ്ട് തൻ്റെ മനസ്സിലെ ഓരോ തീരുമാനങ്ങളും ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ഇമ്രാൻ. കഴിഞ്ഞുപോയ തൻ്റെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾക്ക് തൻ്റെ തീരുമാനങ്ങൾ ശക്തി പകരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രിയിൽ സുഹറയ്ക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഭയമാണോ വേദനയാണോ ഒന്നും അറിയില്ല. ശരീരമാകെ ചൂട് പിടിച്ചിരിക്കുന്നു. വെറുതെ വിയർത്ത് കുളിക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സുഹറയുടെ കണ്ണുകൾ അടയാൻ മടി പിടിച്ചു നിന്നു. ഷാജഹാൻ മഹർ ചാർത്തുന്ന ഒരു നിമിഷം ഓർമ്മ വന്നു. പിന്നീടുണ്ടായ ഓരോ നിമിഷവും ഓർമ്മ വന്നു. പേടി നിറഞ്ഞവോ ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് തന്നെ സംശയമാണ്. ഷാജഹാനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ അന്ന് തീരുമാനിച്ചതാണ് ഇനിയും ഒരു ജീവിതം ഒരു പുരുഷൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന്. പക്ഷേ വിധി തനിക്ക് മുന്നിൽ ഇതുപോലെ ഓരോ വേഷം കെട്ടിയാടുമ്പോൾ ഞാൻ തോറ്റു പോവുകയാണ്. ഉറക്കം വരാതെ സുഹറ അടുക്കള വശത്തുള്ള മുറ്റത്തേക്ക് നീങ്ങി. തണുത്ത കാലാവസ്ഥയാണ്. എന്നാലും അവളുടെ മനസ്സിലെ കനൽ അകറ്റാൻ ആ തണുപ്പൊന്നും മതിയായില്ല. വൈകുന്നേരം തൻ്റെ മുന്നിലേക്ക് വന്ന ഇമ്രാൻ്റെ ഉമ്മയും ഉപ്പയും ഓർത്തുപോയി അവൾ. ഡേസി ചേച്ചിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരിയുകയായിരുന്നു സുഹറ. തന്നെക്കൊണ്ട് ആവും വിധം ഡേസി അവളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ നിലയില്ലാ കയത്തിലേക്ക് വീണു പോവുകയാണെന്ന് തോന്നിയവൾക്ക് മുന്നിൽ ആ സമാധാന വാക്കുകൾ ഒന്നും മതി വന്നില്ല. വാതിലിന് മുന്നിൽ എന്തോ കാലനക്കം കണ്ടുകൊണ്ടാണ് ഡേസി ചേച്ചി തലയുയർത്തി നോക്കിയത്. അവിടെ നിൽക്കുന്ന ഉമ്മയും ഉപ്പയും കണ്ടതും സുഹറയെ അടർത്തി മാറ്റി ഡേസി ചേച്ചി മുന്നിൽ നിൽക്കുന്നവരെ കാണിച്ചു കൊടുത്തു. സുഹറ കണ്ണുകൾ തുടച്ചുകൊണ്ട് തല താഴ്ത്തി ഒരു ധൈര്യത്തിനെന്നോണം ഡേസി ചേച്ചിയുടെ കൈകളിൽ പിടിച്ചു. ആ സുഹറ, ഈ ഡേസി പറഞ്ഞറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഉപ്പയുടെ ചോദ്യത്തിന് ഉത്തരമായി അവൾ മെല്ലെ തല ചലിപ്പിച്ചു. അതിലേറെ ഒന്നും പറയാനില്ല. മോള് സമ്മതിക്കണം. ഇനിയും ഒറ്റപ്പെട്ട് അവൻ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ല. ഒരു ഉപ്പയുടെ എല്ലാ കടമകളും തീർത്ത് വേണം റൂഹി പിരിഞ്ഞു പോകണമെന്നാണ് ആഗ്രഹം. ഒരിക്കൽ ഞങ്ങളുടെ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും ഞങ്ങളും അതിന് കാരണമാണ്. ഇനി അവൻ്റെ സന്തോഷം എന്താണോ അതാണ് ഞങ്ങളുടെ സന്തോഷം. മോള് സമ്മതിച്ചു തരണം. ഉപ്പ ശരിക്കും അവളോട് അപേക്ഷിക്കുകയാണെന്ന് തോന്നി സുഹറയ്ക്ക്. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവരെ നോക്കി. ഉപ്പയുടെ കണ്ണുകൾ ഉമ്മയിലായിരുന്നു. നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ഉമ്മ സുഹറയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. സുഹറ, ഈ ഇതിന് സമ്മതിക്കണം. എൻ്റെ കുട്ടിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഈയും രക്ഷപ്പെടും. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായും ചെയ്യും. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് മറുപടി ഒന്നുമേ ഇല്ലാതെ നിൽക്കുന്ന സുഹറയെ നോക്കി നെടുവീർപ്പ് കൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. അവരെ കാത്തുന്ന പോലെ നിന്നിരുന്ന അലി സുഹറ കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി മാത്രമേ ആലോചിക്കാൻ സമയമുള്ളൂ എന്ന് പറഞ്ഞേക്കേ. നാളെ രാവിലെ സമ്മതമല്ലെങ്കിൽ പെട്ടിയെടുത്ത് ഇറങ്ങാൻ നോക്കി ഇവിടെ നിന്നും. അയാളുടെ ശബ്ദത്തിൽ അവളോടുള്ള ദേഷ്യം കലർന്നിരുന്നു. എന്താ ഇത്താത്ത ഇത്? അവളെ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടും അവൾ നിങ്ങൾക്കൊരു വിലയം തന്നോ? വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ചെന്ന് പറയുമ്പോൾ തന്നെ ഇമ്രാനെ കിട്ടിയേനെ. എരുതിയിൽ ഒന്നുകൂടി എണ്ണ ഒഴിച്ചുകൊണ്ട് അലി ഉമ്മയെ നോക്കി. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ അലി? എന്താ ചെയ്യുക?
അവൾ സമ്മതിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടിയാൽ കുടുംബക്കാരി മുഖത്തെ എങ്ങനെ നോക്കും ഞാൻ? ആലോചിക്കാൻ പോലും പറ്റണില്ല. അലി പറഞ്ഞതുപോലെ വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എപ്പോഴോ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം കൊണ്ട് സമ്മതിച്ചേനെ. പക്ഷേ ഇവിടെയാണ് സുഹറ വ്യത്യസ്തമാവുന്നത്. അവൾക്ക് പണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നിട്ടും ഈ സൗഭാഗ്യങ്ങളൊക്കെ അവളുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ടും അവളുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. ഉണ്ടാക്കുന്ന ഓരോ പണത്തിൻ്റെയും വില അറിയാം. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാറും ഇല്ല. അവളെ കിട്ടാൻ വേണ്ടി ദുആയിരിക്കും പഠിച്ചവനോട്. അത്രയും പറഞ്ഞുകൊണ്ട് ഉപ്പ നടന്നു നീങ്ങുന്നത് നോക്കി അലിയും ഉമ്മയും മുഖത്തോട് മുഖം നോക്കി. സുഹറ അപ്പോഴും ചിന്തകളിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഉയറി അവൾ. നാളെ പുലർച്ചെ എൻ്റെ സമ്മതം അറിയിച്ചില്ലെങ്കിൽ നാളെ തന്നെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.